ലോകത്തിന്റെ നാനാതുറകളിൽ ജീവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ മുസ്ലിങ്ങളാവണമെങ്കിൽ ഈ പുണ്യഭൂമിയിൽ ഇറങ്ങിയ ഇൽമുമായി ബന്ധപ്പെട്ട് ജീവിക്കണമെന്ന നിർബന്ധ വാർത്ത ലോകം നിർബന്ധമായി അറിഞ്ഞിരിക്കണമെന്ന അള്ളാഹുവിന്റെ നിർബന്ധം കാരണത്താലാണ് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന് മസ്ജിദ് നബവി സ്ഥാപിച്ചപ്പോൾ നിർബന്ധമുണ്ടായത് ആദ്യ ഭാഗത്തിന് എന്താണ് മാ ബൈന ബൈതിയോ മിംബരി റൗദത്തും മിൻ റിയാദിൽ ജന്ന, എന്റെ വീട്ടിന്റെയും എന്റെ മിമ്പറിന്റെയും ഇടയിലുള്ള സ്ഥലം സ്വർഗത്തിന്റെ തോപ്പാണെന്ന് പ്രഖ്യാപിക്കുന്നു. അത് വെറുതെ അങ്ങനെ അറബി ഭാഷയിൽ പറയാറുള്ളത് പോലെ അഫൂയ്യൻ സംഭവിച്ചതല്ല, അർശന്റെ മീതെ നിന്ന് പ്ലാനറ്റ് സംഭവിച്ചതാണ്. മദീനയിൽ സ്ഥാപിക്കപ്പെടുന്ന പള്ളിയുടെ ആദ്യ ഭാഗം അത് സ്വർഗത്തോപ്പാണ്. അതിന്റെ ആദ്യത്തെ അർത്ഥം ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി ഫത്ഹുൽ ബാരിയിൽ പറഞ്ഞത് പരിശോധിച്ച് നോക്കിയാൽ മതി. എന്താണ് പണ്ഡിതന്മാർ പറയുന്നത്? ഇൽമ്, വിജ്ഞാനം പ്രചരിപ്പിക്കാൻ ആദ്യമായിട്ട് മദീനയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സെലക്ട് ചെയ്ത സ്ഥലം അതാണ് എന്നതുകൊണ്ടാണ്. ഈ നാം ചർച്ച ചെയ്ത് വരുന്നതായ കേരളത്തിൽ നാളെ സമ്മേളനം ആരംഭിക്കുമെന്ന് പറഞ്ഞതായ സബ്ജക്റ്റ് ആകുന്ന ലോകത്തിന്റെ സമാധാനം മാത്രമല്ല, ശാന്തി മാത്രമല്ല, ശ്രേഷ്ഠതയും വിജയവും സമാധാനവും ആത്മോത്കർഷതയും ആത്മാനുഭൂതിയും ഐക്യവും വിജയവും പരലോക മോക്ഷവും ഇഹലോക വിജയവും എല്ലാം ലഭിക്കണമെങ്കിൽ ഇൽമ് വേണം. ഏത് ഇൽമ്? ആ സ്ഥലത്ത് പഠിപ്പിക്കപ്പെട്ട ഇൽമ് വേണം. ഈ സ്ഥലത്ത് മദീനയിലുള്ളതായ സ്വർഗത്തോപ്പിൽ പഠിപ്പിക്കപ്പെട്ട ഇൽമ്. ഇൽമ് ധാരാളമുണ്ട് ലോകത്തിൽ. പക്ഷേ അൽ ഇൽമ് അല്ലാഹു പറഞ്ഞതായ ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാഹു വൽ മലായികത്തു ഉലുൽ ഇൽം ഖായിമൻ ബിൽ ഖിസ്ത്. അതെന്താണ്? ആ മക്കയിലും മദീനയിലും ഇറങ്ങിയതായ ജിബ്രീൽ കൊണ്ടുവന്നതായ ഇൽമിനെ കുറിച്ചാണ്. അല്ലാഹു സാക്ഷി നിൽക്കുന്നു, മലക്കുകൾ സാക്ഷി നിൽക്കുന്നു, വിജ്ഞാനത്തിന്റെ ഉടമകൾ സാക്ഷി നിൽക്കുന്നു. അതെന്താണ്? അല്ലാഹു ഏകൻ മാത്രം, പ്രാർത്ഥിക്കേണ്ടത് അവനെ മാത്രം, ആരാധിക്കേണ്ടത് അവന് മാത്രം, ജീവിക്കേണ്ടത് അവന് മാത്രം, മരിക്കേണ്ടത് അവന് മാത്രം, ഈ പ്രപഞ്ചം നിലനിൽക്കേണ്ടത് അവന് മാത്രം, ഈ പ്രപഞ്ചത്തിൽ ജീവിക്കുന്നവർ മുഴുവനും നിലനിൽക്കേണ്ടതും അവർക്കും അവന് മാത്രം എന്ന തത്വം. ആ വിഷയം പറഞ്ഞപ്പോഴാണ് ഉലുൽ ഇൽം, ഉലുൽ ഇൽം, വിജ്ഞാനത്തിന്റെ ഉടമകൾ. അപ്പോൾ വിജ്ഞാനത്തിന്റെ ഉടമകൾ അല്ലാത്തവർക്ക് ഈ തത്വത്തിലേക്ക്, ഈ മദീനയിലുള്ള സ്വർഗത്തോപ്പ് സ്ഥാപിച്ചതിന്റെ പിന്നിലുള്ള രഹസ്യത്തിലേക്ക്, ഇബ്രാഹിം കെട്ടിയ കഅബത്തിന്റെ പിന്നിലുള്ള അലൈഹിസ്സലാം രഹസ്യത്തിലേക്ക് എത്താൻ ഇൽമില്ലാത്തവർക്ക് സാധിക്കൂല. അതുകൊണ്ടാണ് ആ തത്വം മനസ്സിലാക്കാത്തതായ മക്കയിൽ പിറന്ന, മക്ക നേതാവായ, മക്കയിലുള്ള കൊള്ളുന്ന തലവനായ അബുൽ ഹകം അംർ ഇബ്നു ഹിഷാം എന്ന മഹാവ്യക്തിത്വത്തിന് പേര് നൽകപ്പെട്ടത് അബൂ ജഹൽ. എന്താണ് അവന്റെ പേര്? അബൂ ജഹൽ. അറിവില്ലായ്മയുടെ വാപ്പ, അറിവില്ലാത്തവൻ. എന്തുകൊണ്ട്? എന്താ അവൻ അറിവില്ലായ്മ? അവൻ ദാറുൻ നദുവത്തിന്റെ ഹെഡായിരുന്നില്ലേ? അവിടെയുള്ള സാഹിത്യ അക്കാദമി രൂപീകരിക്കപ്പെട്ടിരുന്നതായ അവര് വിചാരിച്ച, അവര് കള്ളു കുടിച്ചിട്ട് പാടിയാൽ തെറ്റാത്ത രൂപത്തിൽ കവിത പാടാൻ കഴിവുള്ളവരുടെ നേതൃത്വം, അവിടെ യോഗം കൂടിയിരുന്നതായ ക്ലബിന്റെ നേതൃത്വം അബൂജഹലല്ലേ? എന്താ പിന്നെ അവൻ അബൂജഹലായി? എന്താ അവൻ അബുൽ ഹക്കമല്ലാതെയായി? ഉലുൽ ഇൽം എന്ന് അല്ലാഹു പറഞ്ഞതായ ഖായിമൻ ബിൽ ഖിസ്ത്, ലാ ഇലാഹ ഇല്ല, അല്ലാഹു അല്ലാതെ ഇലാഹില്ല, അല്ലാഹുവിന് വേണ്ടി മാത്രമായിരിക്കണം പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പ്. ആ പ്രപഞ്ചം, ആ സകലം പ്രാർത്ഥിക്കേണ്ടത് അവനോട് മാത്രമായിരിക്കണം, ആരാധിക്കേണ്ടത് അവനെ മാത്രമായിരിക്കണം എന്ന തത്വം. അതുകൊണ്ട് ആ ഇൽമ് ഉൾക്കൊണ്ടവന് ഇവിടെ ശാന്തിയോടെ, സമാധാനത്തോടെ, പ്രയാസമില്ലാതെ, മനപ്രയാസമില്ലാതെ, ഏത് നിലക്കുള്ള പ്രയാസം, മല പോലെ വരുന്ന പ്രയാസം മഞ്ഞ് പോലെയായി കാണുന്ന രൂപത്തിൽ ജീവിക്കാൻ അത് അവന് സഹായകമാകും. എന്തുകൊണ്ട്? അവന്റെ കൂടെ ഇൽമുണ്ട് എന്നതുകൊണ്ട്. ഇൽമില്ലാതെയാണ് ഒരു മനുഷ്യൻ ഇവിടെ, ഞാൻ പറയുന്ന ഇൽമ്, അല്ലാഹു ഉദ്ദേശിച്ച ഇൽമ്, ആ ഇൽമില്ലാതെയാണ് ഇവിടെ ഒരു രാഷ്ട്രം സ്ഥാപിക്കപ്പെടുന്നതെങ്കിൽ അത് പരാജയപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത് നാം കണ്ടുകൊണ്ടേയിരിക്കുന്നു. ലോകത്തിന്റെ നാനാതുറകളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആസ്പദമാക്കി സ്ഥാപിക്കപ്പെടാത്ത രാഷ്ട്രങ്ങൾ തകർന്നുകൊണ്ടേയിരിക്കുന്നു, എല്ലാ രൂപത്തിലും തകർന്നുകൊണ്ടേയിരിക്കുന്നു. നാം കണ്ടുകൊണ്ടേയിരിക്കുന്നത് പോലെ, അതെ, ഇന്നലെ പെയ്ത മഴയ്ക്ക് ഇന്ന് മുളച്ച തവര പോലെ ഒന്ന് തിളങ്ങുന്ന കണ്ടേക്കാം. അതൊന്നും യഥാർത്ഥത്തിൽ എന്തല്ല. من كان يريد الحياة الدنيا وزينتها نوفي إليهم أعمالهم فيها وهم فيها لا يبخسون أولئك الذين ليس لهم في الآخرة إلا النار وحبط ما صنعوا فيها وباطل ما كانوا يعملون.
ഈ ഭൗതിക നേട്ടങ്ങൾ മാത്രമാണ് വേണ്ടത്. അള്ളാഹിലേക്ക്, ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക്, മദീനയിലുള്ള സ്വർഗ്ഗത്തോപ്പിലേക്ക്, മക്കയിലുള്ള കഅബയിലേക്ക് എത്തണമെന്ന ലക്ഷ്യം വെക്കാതെയാണ് ഇവിടെ പുരോഗതി സ്ഥാപിക്കുന്നതെങ്കിൽ, ഇവിടെ സാറ്റലൈറ്റ് സ്ഥാപിക്കുന്നതെങ്കിൽ, ഇവിടെ ബഹിരാകാശ യാത്ര നടത്തുന്നതെങ്കിൽ, ഇവിടെ എന്ത് വിജയങ്ങൾ നടത്തുകയാണെങ്കിൽ അവർക്ക് ആ സമ്പാദിച്ച, ആ നേടിയ, ആ പരിശ്രമിച്ച പരിശ്രമ ഫലം കാണുമെന്നല്ലാതെ ഉലൈകല്ലദീന ലൈസ ലഹും ഫിൽ ആഖിറതി ഇല്ലന്നാർ, പരലോകത്തിൽ അവർക്ക് ഞാൻ നരകമാണ് തയ്യാറാക്കി വെച്ചിട്ടുള്ളത്. എന്തുകൊണ്ട്? അവരെ സൃഷ്ടിച്ച ലക്ഷ്യത്തിലേക്ക് അവരുടെ വിജ്ഞാനത്തിലൂടെ, അവരുടെ ഗവേഷണത്തിലൂടെ, അവരുടെ പഠനത്തിലൂടെ, അവരുടെ രാഷ്ട്രത്തിലൂടെ, അവരുടെ ഭൗതിക പുരോഗതിയിലൂടെ അവർക്ക് എത്താൻ സാധിച്ചില്ല എന്നതാണ് കാരണം. അപ്പോൾ നാം യഥാർത്ഥത്തിൽ അള്ളാന്റെ ചോദ്യം, ഞാൻ വായിച്ചതായ ആയത്തിൽ തുടക്കത്തിൽ അവരോട് നിങ്ങൾ പ്രഖ്യാപിക്കൂ, ചോദിക്കൂ, ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ, അറിവുള്ളവരും അറിവില്ലാത്തവരും തുല്യരാണോ? മറുപടി ലാ യസ്തവിയാൻ, ലാ യസ്തവൂൻ, ഒരിക്കലും തുല്യരല്ല. അറിവുള്ളവർ അവരുടെ അറിവിലൂടെ അവർ എത്ര തന്നെ പുരോഗതി പ്രാപിച്ചാലും സുബ്ഹാനക നീ പരിശുദ്ധൻ റബ്ബേ എന്ന് ആ ശാസ്ത്രജ്ഞൻ പറയണം, ആ പറക്കുന്നവൻ പറയണം, ആ യന്ത്രത്തിന്റെ ഉടമ പറയണം, ആ പുരോഗതി പ്രാപിച്ചവൻ പറയണം, സുബ്ഹാനക ഈ പ്രപഞ്ചത്തെ നീ സൃഷ്ടിച്ചത് വെറുതെയല്ല എന്ന് പറയണം. ആ പറയാനുള്ള തന്റെ ഇടം, ഒരുക്കം, തയ്യാറെടുപ്പ്, അതിനുള്ള കരുത്ത്, അതിനുള്ള ഇൽമ് ഏത് ശാസ്ത്രജ്ഞനില്ലേ? അവൻ ജഹലിന്റെയും മുറക്കബിന്റെ ഉത്തുംഗ ശിഖരത്തിലേക്ക് എത്തിയവനാണ്. അജ്ഞതയിൽ ആഴത്തിൽ താഴ്ന്നു പോയവനാണ് അവൻ എന്നതാണ് ഇസ്ലാമിന്റെ വീക്ഷണം. അതുകൊണ്ടാണ് ഇസ്ലാം ലോകത്തോട് പറയുന്നത്, നിങ്ങൾ ലോകമേ, അള്ളാഹുവിന്റെ ദൂതരുടെ നാവിലൂടെ ആദ്യമായിട്ട് മക്കയിൽ ജബലുന്നൂറിൽ ഇറങ്ങുന്നതായ പ്രകാശം എന്താണ്? ഇഖ്റ, വായിക്കുക, പഠിക്കുക, വിജ്ഞാനം നേടുക. എന്തെങ്കിലുമല്ല, ഇവിടെ പഠിക്കാൻ ധാരാളമുണ്ട്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ. പക്ഷേ എന്ത് പഠിക്കണം? ബിസ്മി റബ്ബിക്, നിന്റെ നാഥന്റെ നാമം, നിന്റെ നാഥന്റെ കഴിവ്, അവന്റെ കൽപ്പ്, അവന്റെ ഷിട്ടിപ്പ്, അവൻ നിന്നെ എങ്ങനെ ഷിട്ടിച്ച് എന്നത്, അങ്ങനെ അവന്റെ അവനിലേക്ക് നീ എത്തണം. നിന്റെ പഠിപ്പിലൂടെ, നിന്റെ പഠനത്തിലൂടെ, നിന്റെ വായനയിലൂടെ. നിങ്ങൾ ഇവിടെ അൽഹംദുലില്ലാഹ് ഇപ്പോൾ നന്നായിട്ട് ഖുർആൻ പഠിക്കാൻ, ഖുർആൻ ഓതാൻ, ഖുർആൻ വായിക്കാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനു ഖുർആൻ വായിക്കുന്നു? എന്തിനു ഖുർആൻ വായിക്കുന്നു? ഞാൻ ഈ നിങ്ങൾ നടത്തിയ ഈ ക്ലാസിന്റെ പ്രാരംഭത്തിൽ അത് ഉദ്ഘാടനം ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, അലിയുടെ വാക്കാണ് എന്നാണ് എന്റെ ഓർമ്മ. റളിയല്ലാഹു തആല അൻഹു, റബ്ബ ഖാരിൻ യഖറഉൽ ഖുർആൻ വൽ ഖുർആൻ യൽഅനു, എത്ര പേര് ഖുർആൻ പാരായണം ചെയ്യുന്നു, ഖുർആൻ ആണെങ്കിൽ അവരെ ശപിച്ചുകൊണ്ടേ ഇരിക്കുന്നു. പ്രയോജനമുണ്ടോ? നാം ഖുർആൻ ഓതാ, ഖുർആൻ നമ്മെ ശപിക്കാം. എപ്പോൾ? ഖുർആൻ കൊണ്ട് അമൽ ചെയ്യാത്ത ആളാണെങ്കിൽ, എത്ര തന്നെ ഓതിയാലും, എത്ര തന്നെ നാം അതിന്റെ കോപ്പികൾ അടിച്ചാലും, കോപ്പികൾ ഉണ്ടായിരുന്നു ഇവിടെ റസൂലുള്ളാഹി ജീവിച്ച കാലഘട്ടത്തിൽ? ഇല്ല. ഇവിടെ 30ഓളം വർഷങ്ങൾക്കകത്ത് ഈ മദീനയിലുള്ള സ്വർഗ്ഗത്തോപ്പിൽ ഇറങ്ങിയതായ ഖുർആനിനെ ലോകവ്യാപകമാക്കാൻ വേണ്ടി പരിശ്രമിച്ചതായ നമ്മുടെ നേതാക്കൾ അശാന്ത പരിശ്രമം നടത്തി പോരാട്ടങ്ങൾ നടത്തുന്ന കാലഘട്ടങ്ങളിൽ ഖുർആന്റെ ഒരു കോപ്പി ഇവിടെ നിലവിൽ വന്നിട്ടില്ല. ഭദ്രമായ കാൺക്രീറ്റ് കൊണ്ട് കെട്ടപ്പെട്ടതായ പള്ളിയും ലോകത്ത് നിലവിൽ വന്നിട്ടില്ല. ഈത്തപ്പനയുടെ ഓല കൊണ്ട് മേഞ്ഞ മസ്ജിദ് നബവിയിലാണെന്ന് നമസ്കാരം. മഴ പെയ്താൽ ബുഖാരിയിൽ കാണാം നബിയുടെ തലയിൽ വെള്ളം, നബി സുജൂദ് ചെയ്താൽ മണലിൽ സുജൂദ്. അപ്പോൾ ഇവിടെ പള്ളിപ്പെരുപ്പമല്ല മുഖ്യം, ഖുർആനിന്റെ കോപ്പിപ്പെരുപ്പമല്ല മുഖ്യം, മറിച്ച് ഖുർആൻ കൊണ്ട് അമൽ ചെയ്യുന്നവരുണ്ടാവലാണ് മുഖ്യം. അതുകൊണ്ട് അതാണ് ഇൽമ്. ആ ഇൽമിലേക്ക് എത്താൻ സാധിച്ചാൽ ആരെ കൊണ്ടെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മ ഉദ്ദേശിക്കുകയാണെങ്കിൽ റസൂൽ പറയുന്നു, സഹീഹായ ഹദീസിലാണ്, ഒരാളെ കൊണ്ട് അല്ലാഹു നന്മ ഉദ്ദേശിച്ചാൽ എന്താണ് മൂപ്പർക്ക് നൽകുക? ധാരാളം പേലസ് നൽകിയിരുന്നേനെ എന്നാണോ? ധാരാളം ഭൗതിക വിദ്യാലയങ്ങൾ നൽകിയിരുന്നേനെ എന്നാണോ? അല്ല, യുഫഖിഹു ഫിദ്ദീൻ, ദീൻ അവൻ അല്ലാഹു പഠിപ്പിച്ചിരുന്നേനെ. അപ്പോൾ ദീൻ പഠിക്കുക എന്നത് ഒരാള് അല്ലാഹ് സെലക്ട് ചെയ്ത വ്യക്തിയായി എന്നതിലേക്ക് തെളിവാണ്. ഞാൻ പറയല്ല, റസൂൽ പറയാണ്. ജീവിതത്തിൽ കളവ് പറയാത്ത റസൂൽ പറയുകയാണ്, ദേഹയിച്ചയിൽ നിന്നൊരു വാക്ക് ഉച്ചരിക്കാറില്ല. അല്ലാഹ് അർശിന്റെ മീതെ നിന്ന് ഇറക്കുന്ന വഹിയാണ് അവർ മതകാര്യം പറയുക എന്ന് അവ തന്നെ നമുക്ക് സർട്ടിഫിക്കറ്റ് നൽകിയ റസൂലാണ് പറയുന്നത്. എന്ന് ഒരാളെ കൊണ്ട് അല്ലാഹ് നന്മ ഉദ്ദേശിച്ചാൽ
അവന് ദീനിൽ പാണ്ഡിത്യം നൽകും. അതുകൊണ്ട് ഇങ്ങനെയുള്ള സദസ്സ് നമ്മെ ക്ഷണിക്കുന്നതും, കേരളത്തിൽ സമ്മേളിക്കാൻ പോകുന്ന സദസ്സ് ക്ഷണിക്കുന്നതും, അതുപോലെ ലോകത്തിലുള്ള മസ്ജിദുൽ നബവിയിൽ നടക്കുന്ന ക്ലാസുകൾ ക്ഷണിക്കുന്നതും, മസ്ജിദുൽ ഹറാമിൽ നടക്കുന്ന ക്ലാസുകൾ ക്ഷണിക്കുന്നതും എന്തിലേക്കാണ്? പണ്ട് റസൂലുള്ളാഹിക്ക് ആദ്യമായിട്ട് ഇറങ്ങിയ ആയത്തിൽ പറഞ്ഞ പഠിക്കൂ, വായിക്കൂ എന്നതായ ആ ഇൽമിലേക്കാണ്. ആ ഇൽമിലേക്ക് എത്താനുള്ള കഴിവുകൽപ്പ് പലർക്കും ലഭിക്കാറില്ല. നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ മദീനയിലാണ്. നിങ്ങൾക്ക് ഇൽമിന്റെ സദസ്സിൽ വരാനുള്ള ചാൻസ് അല്ലാഹു നൽകി, ആരോഗ്യം നൽകി, കാശ് നൽകി, സമ്പത്ത് നൽകി, ചുറ്റുപാട് നൽകി, അന്തരീക്ഷം നൽകി, അങ്ങനെയുള്ള ക്ലാസ് നൽകി. പിന്നെ എന്ത് വേണം? റബ്ബിന്റെ മുമ്പിൽ പറയാൻ പറ്റുമോ ചാൻസ് കിട്ടിയില്ല റബ്ബേ? എന്റെ നാട്ടുകാർ പറയാനുള്ളത് പോലെ ഞങ്ങളുടെ ഭാഷയിൽ കണ്ടില്ല, കേട്ടില്ല, അറിഞ്ഞില്ല, കൊണ്ടില്ല, പറ്റൂല, അന്ന് വിടൂല. കണ്ടില്ല, കേട്ടില്ല, അറിഞ്ഞില്ല, കൊണ്ടില്ല. എടാ കണ്ടില്ലേ, നിന്റെ മുമ്പിൽ എത്ര കൊല്ലം അവിടെ ക്ലാസ് നടക്കുന്നുണ്ടായിരുന്നു മദീനയിൽ, മക്കയിൽ. നീ താമസിച്ച റിയാദ്, നീ താമസിച്ച ദമ്മാമിൽ, ചോദിക്കുമല്ല വിടൂല. നിനക്ക് തന്ന വീസ സൗദിയിലേക്കാണ് എന്നല്ലാതെ സുഡാനിലേക്കല്ല, യമനിലേക്കല്ല എന്ന് അള്ളാഹ് പറയും. അപ്പോൾ റബ്ബുൽ ഇസ്സത്തിനെ മുമ്പിൽ വെച്ചിട്ട് കൈകട്ടി മറുപടി പറയേണ്ടി വരും. ക്ലാസ് ഒഴിവാക്കിയിട്ട് അജ്ഞതയോട് കൂടി നമസ്കാരം കളാക്കിയിട്ട് അശ്ലീലങ്ങൾ കണ്ടുകൊണ്ട്, ഫിലിംസുകൾ കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ മറ്റു വിനോദാവാസങ്ങളിലൂടെ മദീനയിൽ ആ പുണ്യഭൂമിയിൽ ടൈം വേസ്റ്റ് ആക്കിയവരെ അല്ലാഹ് വിടൂല. ഉറപ്പാണ്. റബ്ബ് ഖുർആനിൽ തീർത്ത് പറഞ്ഞ കാര്യമാണ്. എൽമിലേക്ക് വന്നോളി, വിജ്ഞാനത്തിലേക്ക് വന്നോളി, സമാധാനത്തിലേക്ക് വന്നോളി, ശാന്തിയിലേക്ക് വന്നോളി. എന്നിട്ട് ഹൃദയം പ്രകാശിപ്പിച്ചോളീൻ അള്ളാഹുവിന്റെ നൂറിലൂടെ. അള്ളാഹിന്റെ നൂർ, അതാണ് എൽമ്, അതാണ് ഖുർആൻ. അള്ളാഹു ഈ വിശുദ്ധ ഭൂമിയിലൂടെ, ഈ അന്തരീക്ഷത്തിലൂടെ പണ്ടൊരു കാലഘട്ടത്തിൽ ഇറക്കിയത്. ആ പ്രകാശം എന്നിവിടെ വന്നു, ഇന്ന് വരേക്കും ആ പ്രകാശം പ്രകാശിച്ചുകൊണ്ടേയിരിക്കുന്നു. അൽ ഹറമാനി തംഫിയാനി ഖബതഹുമാ വൽ മദീനത്തു ينفي الحرمان ينفيان خبثهما والمدينة تنفي خبثها نبينا محمد رسول الله. മക്ക, മദീന, ഹറം, അതിലുള്ളതായ അജ്ഞതയാകുന്ന ആ ഖബത്തുകളെ, തോന്നിവാസങ്ങളെ, അനിസ്ലാമിക ആദർശങ്ങളെ, അനിസ്ലാമിക ചിന്താഗതികളെ ഈ നാട്ടിൽ നിന്ന് ശുദ്ധീകരിച്ചുകൊണ്ടേയിരിക്കും. വൽ മദീനതു തൻഫി ഖബതഹാ, മദീനയും അതിലുള്ളതായ ഖബത്തുകളെ, ആ അശ്ലീലങ്ങളെ, ആ തോന്നിവാസങ്ങളെ, അല്ലാഹു ഇഷ്ടപ്പെടാത്ത ഭാഗങ്ങളെ മദീനയും ശുദ്ധീകരിച്ചുകൊണ്ടേയിരിക്കും. അതേ മദീന ശുദ്ധീകരിക്കുന്ന അന്ത്യകാലഘട്ടം ഇവിടെ വരുമ്പോൾ മദീന തീർത്ത് അള്ളാഹുനെ മാത്രം ആരാധിക്കുന്ന, അള്ളാഹുനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്നതായ സുന്ദരമായ കാലഘട്ടം ഇവിടെ മഹാനായ ഈസ നബിയിലൂടെ, മഹാനായ മഹദിയിലൂടെ വരാൻ പോകുന്നുണ്ട്. അന്നത്തെ കാലഘട്ടത്തിൽ ഇവിടെ കിടക്കുന്നതായ ഖബറിൽ കിടക്കുന്നവരെ ആഗ്രഹിച്ചു പോകും, ഒന്ന് ജീവിച്ചു കിട്ടിയാൽ തിരക്കേടില്ലായിരുന്നേനെ എന്ന്. പക്ഷേ അള്ളാഹുവിന്റെ സത്യവാഗ്ദാനമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിലൂടെ, ലാ തസാലു ത്വായിഫത്തും മിനൽ മുഅ്മിനീന ളാഹിരീന അലൽ ഹഖ് ലാ യദുറുഹും മൻ ഖദലഹും വലാ മൻ ഖാലഫഹും ഹത്താ യഅതി അംറുല്ലാഹ്. ഈ സത്യം ഉൾക്കൊണ്ടുകൊണ്ട്, ഈ സത്യത്തിന്റെ പിന്നാലെ നടന്നുകൊണ്ട് ജീവിക്കുന്ന ഒരു വിഭാഗം ഭൂമിയിൽ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കും. ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക്, ഒരു നാട്ടിൽ അല്ലെങ്കിൽ മറ്റൊരു നാട്ടിൽ അവർ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കും. അല്പമായിരിക്കും, പക്ഷെ അവർ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കും. ഹത്താ യഅതി അംറുല്ലാഹ്, ഖിയാമത്ത് നാൾ വരേക്കും അങ്ങനെയുള്ളവരിൽ പെടണം. അത് ഞാൻ ഇവിടെ സംസാരിച്ചപ്പോൾ പറഞ്ഞു, 1000 പേരാണ് സ്വർഗത്തിൽ പോവുക. 1000 പേരാണ് സ്വർഗത്തിൽ പോവുക. റസൂൽ പറയാണ്, ഞാൻ പറയല്ല. 999 പേര് നരകത്തിലും ഒരാൾ സ്വർഗത്തിലുമാണ്. 1000 നിന്നിട്ട് ആ ഒരാൾ ആവണമെങ്കിൽ എന്ത് വേണം? ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞ ആ വ്യത്യസ്തത നമ്മളിൽ കാണണം, വിദഗ്ധത നമ്മളിൽ കാണണം. അതെങ്ങനെയാണ്? മറ്റുള്ളവരിൽ നിന്നിട്ട്, അജ്ഞതയിൽ നിന്നിട്ട് മാറി നിന്ന് എൽമിന്റെ ഉടമകളായി മാറുക. എൽമിൽ ഏറ്റവും വലിയ എൽമ് അതാണ് അള്ളാഹ് പറഞ്ഞതായ എൽമ്. അതേതാണ്? അള്ളാഹനെ പഠിക്കുക, അള്ളാഹന്റെ കഴിവെടുക്കൽ പഠിക്കുക. എന്നിട്ട് കക്ഷിക്കുന്ന, മുദ്രിക്കുന്ന മനുഷ്യന്മാർക്ക് പൂജ നൽകുന്ന നിർത്തുക, അവരെ പേടിക്കുന്ന നിർത്തുക, അവരിട്ട് ആഗ്രഹിക്കുന്ന നിർത്തുക, എല്ലാം അള്ളാഹുലേക്ക് വരമേൽപ്പിക്കുക. അപ്പോഴാണ് യഥാർത്ഥ എൽമിന്റെ ഉടമയായി മാറുക. അതുകൊണ്ടാണ് ആ മഹാത്മാക്കളാകുന്ന ഇവിടെ ആട്ടിടയന്മാരായിട്ട് ജനങ്ങളുടെ ദൃഷ്ടിയിൽ കൊള്ളാത്തവരായിട്ട് ജീവിച്ച വിഭാഗത്തെ ലോകത്തിലുള്ള രാഷ്ട്രങ്ങളുടെ തലവന്മാരാക്കി അള്ളാഹു മാറ്റി. അബൂ ഹുറൈറ അമീറായി പോകുന്നു പോലും, മറ്റേ ഗസ്വാൻ അമീറായി പോകുന്നു പോലും, ഖബ്ബാബ് അമീറായി പോകുന്നു. എന്താണ് കേൾക്കുന്നത്? എന്തെങ്കിലുമാണോ? നമ്മുടെ നേതാക്കൾ പട്ടിണി കിടന്നിട്ട് ശത്രുക്കൾ കാലുകൊണ്ട് അടിച്ചുകൊണ്ട് അവരെ ഒതുക്കി അമർത്തി ആക്രമിച്ച് കൊണ്ടിരുന്നതായ മക്കയിൽ വേദനയോടുകൂടി ജീവിച്ചതായ, ആ പട്ടിണിയിലും ഉൾപ്പട്ടിലും ജീവിച്ചതായ അടിമകൾ ഏതാനും 30 വർഷം കഴിയുന്നതിന് മുമ്പായിട്ട് മുസ്ലിം ലോകത്തിന്റെ വലിയ വലിയ രാഷ്ട്രങ്ങളുടെ അമീറമാരായി മാറി. എന്തിലൂടെ? എൽമിലൂടെ. എന്തിലൂടെ? തൗഹീദിലൂടെ. എന്തിലൂടെ? വിജ്ഞാനത്തിലൂടെ.
പഠിപ്പിക്കുന്ന സദസ്സിലേക്ക് വന്നോളീൻ, എന്നിട്ട് ഇൽമ കരഗതമാക്കിക്കോളീൻ. എന്നാൽ നിങ്ങൾ എന്നിട്ട് സത്യവിശ്വാസികൾ ആരുണ്ടോ, ഇൽമ നേടിയവരാരുണ്ടോ, അവരുടെ സ്റ്റാൻഡേർഡിന് റബ്ബുൽ ഇസ്സത്ത് പരലോകത്തിൽ സ്വർഗത്തിൽ പൊക്കിക്കൊണ്ടേയിരിക്കുന്നതാണ്. അവിടെ സ്റ്റാൻഡേർഡ് ഉയരും. എന്തിലൂടെ? ഇൽമിലൂടെ, വിജ്ഞാനത്തിലൂടെ. ഉൾക്കൊണ്ടോളീൻ. പള്ളി ദർസിൽ പോയിട്ട് അവിടെ പ്രയാസപ്പെട്ട അല്ലെങ്കിൽ കോളേജുകളിൽ പോയിട്ട് ഫീസൊക്കെ അടച്ചിട്ട് തന്നെ ആയിക്കോണമെന്നില്ല. പഠിക്കാൻ ഇന്നത്തെ യുഗത്തിൽ ധാരാളം മേഖലകളുണ്ട്. പഠിക്കാൻ ധാരാളം ചുറ്റുപാടുകളും സൗകര്യങ്ങളും ഉണ്ട്. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. പണ്ട് കാലഘട്ടങ്ങളിൽ പഠിക്കാൻ വേണ്ടി വരുന്നവരുടെ പഠിപ്പ് ഹൃദയത്തിൽ നിന്നിട്ട് മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് എഴുതാൻ കൽപ്പിക്കാറുണ്ടായിരുന്നു പോലും നമ്മുടെ നേതാക്കൾ. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് അദ്ദേഹം ഇറാഖിലേക്ക് വന്നപ്പോൾ അവിടെ ഹമ്മാദ് ഇബ്നു സൈദിന്റെ ക്ലാസ് നടക്കാണ്. മഹാനായ അബൂ ഹനീഫയ്ക്ക് ശേഷം അവിടെ ക്ലാസ് എടുക്കാൻ വേണ്ടി വലിയ കൂഫയിലുള്ള പള്ളിയിലൊക്കെ നേതൃത്വം കിട്ടിയതായ മഹാന്മാരിൽ ഒരാളാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു നടക്കാറുണ്ടായിരുന്നു, അബ്ദുല്ലാഹി മുബാറക്ക്, നിങ്ങൾക്കറിയാം ആരാണ് അബ്ദുല്ലാഹി മുബാറക്ക്? ഷാഫി ഇമാമിനും അല്പം മുമ്പാണ്. വിജ്ഞാനത്തിന്റെ പർവ്വതം. ആ അബ്ദുല്ലാഹി മുബാറക്കിനെ കുറിച്ച്, ഇൽമിനെ കുറിച്ച് പറയുമ്പോൾ പഠിക്കൽ നല്ലതാണ്. ഒരവസരത്തിൽ അദ്ദേഹം റഷീദ് വരികയാണ്. അപ്പോഴോ ഹാറൂൺ റഷീദിന്റെ കൊട്ടാരത്തിൽ നിന്നിട്ട് അവരുടെ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ, രാജ്ഞി പാലസിന്റെ മീതെ കയറി. എന്താണ്? കൂട്ടത്തോടു കൂടി ജനങ്ങൾ ബഗ്ദാദ് പട്ടണത്തിലേക്ക് ഒരുമിച്ച് കൂടാണ്. മുപ്പത്തിക്ക് സംഗതി മനസ്സിലായില്ല. അടിമസ്ത്രീയെ വിളിച്ചു ചോദിച്ചു എന്താ സംഭവിക്കുന്നത്. പറഞ്ഞു, ഖുറാസാനിലെ ആലിമിനെ ജനങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി കൂട്ടമായി ഇറങ്ങിയിരിക്കുകയാണ്. ഖുറാസാനിലെ അഥവാ റഷ്യയിലെ ആലിമിനെ സ്വീകരിക്കാൻ വേണ്ടി എന്ത് ചെയ്തു? ജനങ്ങൾ കൂട്ടമായി 10,000 ജനങ്ങൾ തടിച്ചു കൂടാണ്. അപ്പോൾ രാജ്ഞി പറയാണ്, ഇതാണ് യഥാർത്ഥത്തിൽ രാജകീയത്വം. എന്റെ ഭർത്താവിന്റെ രാജകീയത്വമല്ല രാജകീയത്വം. മനസ്സിലായില്ലേ? എൽമിന്റെ വില മനസ്സിലാക്കിയവരവരാണ്. അങ്ങനെയുള്ള മഹാനായ അബ്ദുല്ലാഹി മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹി എഴുതിക്കൊള്ളീൻ. വെറും കേട്ടാ പോരാ, എഴുതിയാ മറക്കൂല, കേട്ടാ മറക്കും എന്ന് പഠിപ്പിച്ചു കൊടുക്കാറുണ്ടായിരുന്നു എന്നാണ്. സുബ്ഹാനല്ലാഹ്. എന്ന് മാത്രമല്ല, ഇൽമ് നാം പഠിച്ചു കഴിയുമ്പോൾ അതിന്റെ പ്രത്യേകത, നാട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടുകാരെ, നാട്ടുകാരെ, പരിസരത്തുള്ളവരെ, കുടുംബക്കാരെ അവരൊക്കെ നന്നാക്കാൻ അത് നമ്മുടെ കൂടെ സാധായിട്ടുണ്ടാകും. അത് വഹിച്ചു കൂടൂല. നാം ഇവിടെ ഒരു 2 കൊല്ലം താമസിച്ച ശേഷം ഇവിടെ നിന്ന് സമ്പാദിച്ച വകയിൽ സാരിയും സാധനങ്ങളൊക്കെ ഇങ്ങനെ വാങ്ങുമ്പോൾ വഹിച്ചു കൂടി 30 കിലോയിൽ കൂടാൻ പാടില്ല, 25 കിലോയിൽ കൂടാൻ പാടില്ല എന്നതൊക്കെ പേടിയുണ്ടായിരിക്കും. പക്ഷേ يزيد بكثرة الإنفاق منه وينقص به كفا صدقتا لا تخاف عليه لصا. ഇൽമു പഠിച്ചു കഴിഞ്ഞാൽ കള്ളനെ ഭയപ്പെടേണ്ടതില്ല എന്ന് മാത്രമല്ല, لا تخاف عليه لصا وكنز لا تخاف عليه لصا എന്ന് മാത്രമല്ല, يزيد بكثرة الإنفاق منه. നീ അതിൽ വിട്ട് ചെലവഴിച്ചാൽ അത് വർദ്ധിക്കും. ആരോടും പറയാതെ മിണ്ടാതെ ഇടികൊള്ളണ്ട കല്ലേറ് കൊള്ളണ്ട, ഇത് പറഞ്ഞാൽ നടക്കൂല എന്ന് മനസ്സിലാക്കിയിട്ട് വീട്ടിൽ വെച്ചാൽ അവസാനിക്കുകയും ചെയ്യും. അതോടുകൂടി മറക്കും. അതുകൊണ്ട് നിങ്ങൾ ഈ ചാൻസ് ശരിക്കും ഉപയോഗപ്പെടുത്തുക. ഏത് ചാൻസാണ്? എൽമിലൂടെ സമാധാനം ലഭിക്കണം, നമുക്ക് ശാന്തി ലഭിക്കണം, വിജയം ലഭിക്കണം. ഉറങ്ങുമ്പോൾ സൗകര്യമായി ഉറങ്ങാൻ സാധിക്കണം, ഉണരുമ്പോൾ സൗകര്യമായി ഉറങ്ങാൻ സാധിക്കണം, ഭൂമിയിൽ നിന്ന് തന്നെ സ്വർഗീയ ജീവിതം ജീവിക്കാൻ സാധിക്കണം. അങ്ങനെയുള്ള എൽമ പഠിക്കണം. ആ എൽമ റബ്ബുമായി ടച്ചാകുന്ന എൽമാണ്. അത് എഞ്ചിനീയർ ആവലല്ല, ഡോക്ടർ ആവലല്ല, എല്ലാം ആവാം. ഇസ്ലാം അനുവദിച്ച എൽമി എല്ലാം പഠിക്കാം. ആ എൽമിലൂടെ, ആ പഠിപ്പിലൂടെ ഈ വിജ്ഞാനത്തിന് സഹായകമായി മാറ്റാൻ വേണ്ടി മാത്രമാണ്. അതുകൊണ്ട് തന്നെ സൗദി അറേബ്യയിൽ എത്ര ഡോക്ടർമാർ, എത്ര എഞ്ചിനീയർമാർ, ദായികളുണ്ട്, പ്രബോധകന്മാരുണ്ട്. നിങ്ങളോട് ഇപ്പോൾ ക്ലാസ് എടുത്തതായ നിങ്ങളുടെ അധ്യാപകനോട്, ഉപദേഷ്ടാവിനോട് ചോദിക്കുക,
യാസ്ർ മൗലവിയോട്. അയാൾ അധ്യാപകനായി വർക്ക് ചെയ്യുന്നതായ ഉമ്മർ ഖുറ യൂണിവേഴ്സിറ്റി പോലത്തെ യൂണിവേഴ്സിറ്റികളിൽ, അതുപോലെ തന്നെ ജിദ്ദയിലുള്ള യൂണിവേഴ്സിറ്റികളിൽ പ്രബോധകന്മാരായിട്ട് വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ദായികളായിട്ട് സേവനം ചെയ്യുന്നതായ ആൾക്കാരെ, യുവാക്കളെ പരിശോധിച്ചാൽ അധിക പേരും അവിടെ ശരീഅത്തിൽ കുല്ലിയത്ത് വിഷയത്തിൽ പഠിക്കുന്നവരായിക്കൊള്ളണമെന്നില്ല. പലരെയും നാം കണ്ടത് ജാമിഅത്തുൽ പെട്രോളുൽ മആദിൽ പോലത്തതായ പെട്രോളിനെ കുറിച്ച് പഠിക്കുന്നതായ വിദ്യാർത്ഥികളാണ്. മതം പറഞ്ഞു നടക്കുന്നവരെ കണ്ടത്, താടി നീട്ടി നടക്കുന്നവരെ കണ്ടത്. ഇപ്പോൾ അതൊക്കെ പുച്ഛിച്ച് കാണുന്നതായ സ്വഭാവം വന്നിട്ടുണ്ട് ഇന്നത്തെ യുഗത്തിൽ. അതേസമയത്ത് നേരെ മറിച്ചാണ് ഇപ്പോൾ. അൽഹംദുലില്ലാഹ്. അതുകൊണ്ട് നിങ്ങൾ ഈ കാര്യം ഗൗരവത്തിൽ ഗൗനിക്കണം. എന്താണ്? നമുക്ക് കിട്ടിയ ചാൻസ് ഉപയോഗപ്പെടുത്തണം. എന്തിനു വേണ്ടി ഉപയോഗിക്കണം? ഈ വിസ എൽമിന് വേണ്ടി. ഇത് എൽമ സമാധാനത്തിന് വേണ്ടി എന്ന് കേരളത്തിൽ പറയുമ്പോൾ നമ്മുടെ വിസ എൽമിന് വേണ്ടി എന്ന് നിങ്ങൾ ഇവിടുന്ന് പ്രഖ്യാപിക്കുക. അങ്ങനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ എൽമ എവിടെയുണ്ട് എന്ന് അന്വേഷിക്കാൻ നിങ്ങൾ അത് നിർബന്ധിക്കും, പ്രേരിപ്പിക്കും. അപ്പോൾ അവിടേക്ക് എത്താൻ വേണ്ടി നിങ്ങൾ ഒരുങ്ങുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ഈ നേതാക്കൾ ഖുർആനിലൂടെ സുന്നത്തിലൂടെ പറഞ്ഞതായ ആ തത്വത്തിലേക്ക് നമുക്ക് എത്താൻ സാധിച്ചാൽ ആ എൽമിലൂടെ നമുക്ക് ശാന്തിയും സമാധാനവും ദുനിയാവിൽ മരിക്കുമ്പോൾ ഈമാനോട് കൂടി മരിക്കാനും അത് സഹായകമാകും. അതെ, എൽമുള്ള ആളെ ഇബ്ലീസിന് വഞ്ചിക്കാൻ പറ്റൂല. അള്ളാഹിനെ കുറിച്ച് നീ പഠിച്ച് അള്ളാഹുള്ള വിശ്വാസം ഹൃദയത്തിൽ അടിയുറച്ച് അള്ളാഹുള്ള തൗഹീദ് ശരിക്കും മനസ്സിലാക്കി അള്ളാഹ്ക്ക് മാത്രം ആരാധന സമർപ്പിച്ച് ഇനി മരിക്കുന്ന വേളയിൽ എല്ലാവരും മരിക്കുമ്പോൾ ഇബ്ലീസ് വരും. ഇബ്ലീസ് വഴിപഴപ്പിക്കാൻ വേണ്ടി വരും. എന്തിനാണ്? എങ്ങനെയെങ്കിലും ഈ ഇബ്ലീസ് അന്ന് അയാള് നമ്മുടെ ആളല്ലേ, കൊല്ലപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒഴിവാക്കുന്നുണ്ടെങ്കിൽ ഒഴിവാക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ അബൂജഹലിനെയാണ്. അബൂജഹലിനെ അവരെ ഒഴിവാക്കിയില്ല ഇബ്ലീസ്. അബൂജഹൽ ബദർ യുദ്ധത്തിന് വേണ്ടിയിട്ട് മുസ്ലിങ്ങൾ ഇവിടെ രംഗത്തിറങ്ങിയപ്പോൾ അബൂജഹലിന്റെ കൈ പിടിക്കുകയാണ്. ആര്? ഇബ്ലീസ്. ആരുടെ കോലത്തിൽ? ഞാൻ കുടിക്കട്ടെ, ഒന്ന് പറഞ്ഞോളൂ. ആരുടെ കോലത്തിൽ? സുറാഖത്ത് ഇബ്നു മാലിക് ഇബ്നു ജഹ്ഷം അൽ-ഹുദലി. സുറാഖത്ത് ഇബ്നു മാലിക് ഇബ്നു ജഹ്ഷം അൽ-ഹുദലിയുടെ കോലത്തിൽ. എന്നെ അറിയില്ലേ? അറിയാം. മുപ്പരാതിരിക്കില്ല. കാരണം മുപ്പര അല്പം മുമ്പ് പ്രശ്നം ഉണ്ടാക്കിയ ആളാണ്, കൂറുമാറാൻ തീരുമാനിച്ച ആളാണ്. ഇതാ ഞാൻ എന്റെ കൂടെ എന്റെ പിടിക്കേണ്ടതാണ്. മുപ്പർക്ക് സമാധാനായി. മുഹമ്മദിനെ കഥ കഴിക്കാൻ വലിയ വലിയ ഹുദലി ഗോത്രം എന്നൊക്കെ പറഞ്ഞ സാധനമൊക്കെ ഇന്ന് വരെ നിങ്ങൾ ഇത് തായിഫിൽ പോവാണെങ്കിൽ തായിഫിൽ പോകുമ്പോൾ വലിയ വലിയ ബോർഡ് കാണാം. മർഹബൻ അൽഫ്, മർഹബൻ അൽഫ്. അവരുടെ ഭാഷയാണ് അത്, അവരുടെ ശൈലിയാണ്. 1000 പ്രാവശ്യം നിങ്ങൾക്ക് സ്വീകരണം. എന്നിട്ട് താഴെ എഴുതും ഹുദലികളാണ് ഞങ്ങൾ. പരിശോധിച്ച് നോക്കുക, നിങ്ങൾ തായിഫിലേക്ക് പോകുമ്പോൾ ഞങ്ങൾ ഹുദലികളാണ് എഴുതുന്നത് കാണാം. സാധാരണ കുടുംബമല്ല, ഇതുവരെ പേരെടുത്ത കുടുംബമാണ് ഹുദലി കുടുംബം. ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട് എന്നാണ് മുമ്പിൽ പറയുന്നത്. ഇബ്ലീസിന് വളരെ അബൂജഹലിന് നല്ലോണം സമാധാനം ഉണ്ടായി, വിട്ടില്ല. എന്താ മൂപ്പരുടെ ലക്ഷ്യം? മൂപ്പരുടെ ലക്ഷ്യം ഈ ബദറിൽ നടക്കാൻ പോകുന്നത് ശിർക്ക് നിർമ്മാർജ്ജനമാണ്. ശിർക്കിന്റെ തലയോടുകൾ തകർത്തപ്പെടുന്ന ബദറാണെന്ന് ഇബ്ലീസിന് അറിയാം. അതുകൊണ്ട് അക്കൂട്ടത്തിൽ അബൂജഹൽ രക്ഷപ്പെടാൻ പാടില്ല എന്ന് നിർബന്ധമാണ്. ആർക്ക്? ഇബ്ലീസിന്. എന്താണ് ഇബ്ലീസിന് വേണ്ടത്? അബൂജഹലിനെ നരകത്തിലേക്ക് കിട്ടണം. അബൂജഹലിനെ മൂപ്പരുടെ കൂട്ടാളായിട്ട് നരകത്തിൽ കിട്ടണം. ഏതെങ്കിലും പ്രഭാതത്തിൽ നിമിഷത്തിൽ പെട്ടെന്ന് മുസ്ലിമായി പോകുന്നത് പേടിയാണ്. അതുകൊണ്ട് ഉറപ്പാക്കാൻ വേണ്ടിയാണ്. അങ്ങനെ മലക്കൾ ഇങ്ങനെ ഇറങ്ങുന്ന ഇബ്ലീസ് കാണുന്ന മനുഷ്യന്മാരെ കാണുമല്ലോ, ഇബ്ലീസ് കാണും. മലക്കുകൾ ഇറങ്ങുന്ന കണ്ടപ്പോൾ ഇന്നി അറാ മാ ലാ തറൗൻ, നിങ്ങൾ കാണാത്തത് ഞാൻ കാണാണ്. ഇന്നി അഖാഫുല്ലാഹ്, അള്ളാഹിനൊക്കെ ഭയമുള്ളത്. മൂപ്പരവിടെ തലേത് ഇങ്ങനെ കൈ ഊരി ഓടിക്കളഞ്ഞു എന്നാണ് മുഫസ്സിറുകൾ വിശദീകരണത്തിൽ പറയുന്നത്. എന്താ ഞാൻ പറഞ്ഞു വന്നത്? ആര് മരിക്കുമ്പോഴും ഇബ്ലീസ് എന്ത് ചെയ്യും? വഴിപഴിപ്പിക്കാൻ. അഹ്മദ് ബിൻ ഹംബൽ അടുക്കൽ വരേക്കും വന്നു എന്ന് കഥയിൽ കാണുന്നുണ്ട്. അഹ്മദ് ബിൻ ഹംബൽ അടുക്കലേക്ക് ഇബ്ലീസ് വന്നു വഴിപഴിപ്പിക്കാൻ വേണ്ടിയെന്ന്. അതുകൊണ്ട് അഹ്മദ് ബിൻ ഹംബൽ മരിക്കാൻ കിടക്കുന്ന വേളയിൽ ലാ എന്ന് പറയുന്നത് കേട്ടപ്പോൾ മകൻ പ്രയാസപ്പെട്ട് അള്ളാഹുവോട് ചോദിച്ച്, പാപ്പ ഞങ്ങൾ നിങ്ങളോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾ ലാ എന്ന് പറഞ്ഞല്ലോ. ബോധം വന്നപ്പോൾ ചോദിക്കുകയാണ്. അപ്പോൾ മൂപ്പർ പറഞ്ഞല്ല, അത് ഇബ്ലീസ് എന്നോട് വന്നിട്ട് ശിർക്ക് ചെയ്യാൻ, റൂട്ട് മാറ്റാൻ എന്നെ പ്രേരിപ്പിച്ചപ്പോൾ എന്ന് ഞാൻ പറഞ്ഞതായിരുന്നു എന്ന് പറഞ്ഞു എന്ന് അദ്ദേഹത്തിന്റെ ഹിസ്റ്ററിയിൽ കാണുന്നു. ആയിരിക്കാം സർവ്വസാലയങ്ങൾക്ക് അങ്ങനെയുള്ള ചില കഴിവൊക്കെ ഉണ്ട് അള്ളാഹു കൊടുക്കുന്നത്. അതുപോലെ അള്ളാഹിലേക്ക് അടുത്ത് ഞാൻ പറയുന്ന ഇൽമു ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്നവർക്കൊക്കെ അങ്ങനെയുള്ള പ്രത്യേകതകളൊക്കെ ലഭിക്കും. നാം ഇരിക്കുമ്പോഴും ഒരു ഇബ്ലീസ്. രക്ഷ വേണമോ? പഠിച്ചോളി എൽമ്. എൽമ് പഠിച്ചാൽ ജാഹിലിനെ പഴപ്പിക്കാൻ ഇബ്ലീസിന് സാധിക്കും. അൽഫ് ജാഹിലിനെ പഴപ്പിക്കുമ്പോൾ ഒരു ആലിമിനെ പഴപ്പിക്കാൻ ഇബ്ലീസിന് സാധിക്കൂല. അൽഫ് ജാഹിൽ 1000 അവരില്ലാത്ത വ്യക്തിയെ പഴപ്പിക്കുന്ന സ്ഥാനത്ത്
ഒരു അറിവുള്ള വ്യക്തിയെ പഴപ്പിക്കാൻ ഇബ്ലീസിന് സാധിക്കൂല. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. അല്ലാഹുവിനെ ഭയപ്പെടൽ അവന്റെ അടിമകളിൽ പണ്ഡിതന്മാർ മാത്രമാണ്. പണ്ഡിതന്മാർക്കാണ് അല്ലാഹുവിനെ ഭയപ്പെടാൻ പറ്റുക. അത് കോളേജിൽ പഠിച്ചോണമെന്നില്ല, അത് സർട്ടിഫിക്കറ്റ് നേടിക്കോണമെന്നില്ല. എൽമി എങ്ങനെയെങ്കിലും നേടിയാൽ മതി, അള്ളാഹിനെ അറിഞ്ഞാൽ മതി, അള്ളാഹിനെ പഠിച്ചാൽ മതി, അള്ളാഹിന്റെ ദീൻ പഠിച്ചാൽ മതി, നിർബന്ധ ബാധ്യത നിർവഹിക്കുവാനും തെറ്റുകൾ നിന്നിട്ട് മുക്തരാവാനും പഠിച്ചാൽ മതി. ഇതാണ് നമ്മുടെ വിഷയത്തിന്റെ രത്നചുരുക്കം. ഈ രത്നചുരുക്കം നിങ്ങൾ മനസ്സിലാക്കി നടപ്പാക്കാൻ തീരുമാനിച്ചാൽ, ഏറ്റവും ചുരുങ്ങിയാൽ അത് നടപ്പാക്കാൻ പറ്റുന്ന ശൈലി ഞാൻ മനസ്സിലാക്കുന്നത് മദീനയിൽ താമസിക്കുന്നവർക്ക് ഇങ്ങനെയുള്ള വേദികളാണ്. എന്റെ ക്ലാസ് ഞാൻ പൊക്കി പറയല്ല, ആരാണെങ്കിലും തെറ്റില്ല. പക്ഷെ ഒരു പ്രാവശ്യം ഒരു കാര്യം കേട്ട് കഴിഞ്ഞാൽ ജീവിതത്തിൽ നടപ്പാക്കാൻ ഇൽമിന്റെ സദസ്സുകളിൽ നിന്നിട്ട് അള്ളാഹുവിന്റെ ഒരു പ്രത്യേക തൗഫീഖ് ലഭിക്കും. എന്റെ സദസ്സിൽ ഇവിടെ ഉണ്ടെന്നാണ് തോന്നുന്നത്, ജിദ്ദയിൽ നിന്നൊരു സുഹൃത്ത്, അയാൾ ഇന്നത്തെ രാത്രി ക്ലാസ് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഇപ്പൊ ഞാൻ കണ്ടായിരുന്നു ഇവിടെ ക്ലാസ് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഈ താടിക്ക് 12 വർഷം പഴക്കമുണ്ട്. നിങ്ങൾ ജിദ്ദയിൽ വെച്ചിട്ട് ക്ലാസ് എടുത്തപ്പോൾ താടിയെ കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ ഞാൻ തീരുമാനിച്ചാണ് താടി വെക്കാൻ. അയാൾ സദസ്സുണ്ടെന്നാണ് തോന്നുന്നത്. അയാൾ വലിയ താടിക്കാരനായിട്ട് കണ്ടു ഞാൻ ഇന്നലെ. അയാൾ പറയുമ്പോൾ താടിക്ക് 12 കൊല്ലാണ്. എന്തെങ്കിലും പറയല്ലേ, ഇവിടെ സദസ്സിലുണ്ട്. അപ്പോൾ എൽമിന്റെ സ്ഥലത്തിൽ വെച്ചിട്ട്, പ്രത്യേകിച്ച് മദീനത്തെ എൽമ് കേൾക്കുമ്പോഴും ഏത് സദസ്സിൽ വെച്ചിട്ട് എൽമ് കേൾക്കുമ്പോഴും അവിടെ ഇബ്ലീസ് പുറത്തു പോകുന്ന സദസ്സാണ്, മലക്കുകൾ രംഗപ്രവേശം നടത്തുന്ന സദസ്സാണ്, മലക്കുകൾ വരെയും ചെയ്യുന്ന സദസ്സാണ്. അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സകീനത്ത്, ശാന്തി, സമാധാനം ഇറക്കുന്ന സദസ്സാണ്. അങ്ങനെയുള്ള സദസ്സിൽ വന്ന് ഇരിക്കാനുള്ള ചാൻസ് കിട്ടാന്നുള്ളത് എല്ലാവർക്കും ലഭിക്കൂല. അത് നിങ്ങൾ ഉപയോഗിച്ചോടി. ആഴ്ച ഒരു ദിവസമെങ്കിലും, അത് പള്ളിയിലാണെങ്കിൽ അവിടെ, അല്ലെങ്കിൽ ഇവിടെ 1 or 2 ക്ലാസ്സുകളിൽ എൽമ് കേൾക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുക. എന്നിട്ട് ഈ നാട്ടിലേക്ക് കിട്ടിയ വീസ ശരിക്കും മുതലാക്കുക. അതിന് അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നിങ്ങൾക്കും എനിക്കും അള്ളാഹു, അതുപോലെ പ്രബോധകന്മാർക്കും പ്രവർത്തകന്മാർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല തക്കതായ പ്രതിഫലവും ഇഖ്ലാസും നൽകട്ടെ. അതുപോലെ നാട്ടിൽ നടക്കുന്ന സമ്മേളനം ദീനിന് വേണ്ടി, തൗഹീദിന് വേണ്ടി, സത്യ ആദർശത്തിന് വേണ്ടി നടത്തുന്ന സമ്മേളനങ്ങളെല്ലാം അള്ളാഹു പരിപൂർണ വിജയത്തിലേക്ക് എത്തിക്കട്ടെ. വിജയത്തിലേക്ക് എത്തിക്കുക, അത് ലക്ഷ്യത്തിലേക്ക് എത്തലാണ്. ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ അവർക്കും നമുക്കും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. കഷ്ടതകൾ അകറ്റട്ടെ, രോഗങ്ങൾ മാറ്റട്ടെ, മരിച്ചവർക്ക് പുറത്തു കൊടുക്കട്ടെ, സന്താനങ്ങളെ സാഹചര്യങ്ങളാക്കി അള്ളാഹു മാറ്റട്ടെ, ഇണകളില്ലാത്തവർക്ക് അള്ളാഹു ഇണകൾ നൽകട്ടെ. അസൂയയിൽ നിന്നിട്ട് അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ. അള്ളാഹുവേ, ഞങ്ങളുടെ ദഅവത്തിനെതിരിലോ ഈ പുണ്യഭൂമികൾക്കെതിരിലോ ആര് ഗൂഢാലോചന